ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയും ധനുഷും കാണാനായി എത്തിയ ആളുടെ അരികിലേക്ക് കാർ എത്തുന്ന നിമിഷത്തിൽ അവന്തിക അയാളെ ചൂണ്ടിക്കാട്ടി ധനുഷിനോട് പറഞ്ഞു, ഇതാണ് ബിജു. മിന്നൽ ബിജു എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. അടുപ്പമുള്ളവർ ഇവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം മിന്നലിന്റെ സഹായം മാത്രം മതി, അല്ലെങ്കിൽ ഒരു മിന്നലിന്റെ സഹായത്തോടെ ഇവൻ എത്ര ആളെ വേണമെങ്കിലും ഇല്ലാതാക്കും. അതാണ് ഇവന്റെ പ്രവൃത്തിയുടെ പ്രത്യേകത. അത് കേട്ടതും മിന്നൽ ബിജു അതെ എന്ന് പറഞ്ഞ് തന്റെ ജീപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ധനുഷിനെയും അവന്തികയെയും നോക്കി. അല്ല, ഇപ്പൊ നീ എവിടുന്നാ വരുന്നത് എന്ന് അവന്തിക അന്വേഷിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ചു നാളായിട്ട് ജയിലിലായിരുന്നു. അത് ഒരുത്തനെ തട്ടിയ കേസിൽ ഒരാൾ സാക്ഷിമൊഴി പറഞ്ഞത് അയാൾ എന്നെ ചതിച്ചു. അങ്ങനെയാണ് ഞാൻ അകത്തായത്. എന്നിട്ടിപ്പോ അയാൾക്ക് എന്ത് സമ്മാനം നീ കൊടുത്തത്? നിന്നെ ചതിച്ചവനെ പോയി കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോ മിന്നൽ ബിജു പറഞ്ഞു, പിന്നില്ലേ, അവനും കുടുംബവും ഇപ്പോ മെഡിക്കൽ കോളേജിൽ ഒരു ടൂറ് പോയിരിക്കുകയാണ് എന്ന് അറിയിച്ചു. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവന്തിക നിന്നതിന് ശേഷം അവന്തിക പറഞ്ഞു, അല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നപ്പോ എന്നോട് വക്കീലാണ് പറഞ്ഞത് കുറച്ചു ദിവസത്തേക്ക് ഒളിവിൽ പൊയ്ക്കോളാൻ. അങ്ങനെ ഞാൻ ഒളിവിൽ പോകാനായി റെഡിയായി നിൽക്കുമ്പോഴാണ് മേഡത്തിന്റെ കോള് വന്നത്. ഉടനെ തന്നെ അവന്തിക തന്റെ ഫോണിലുള്ള ഫോട്ടോയും വേഗം തന്നെ ബിജുവിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടതോടെ ബിജു ഫോൺ എടുത്തതും അവന്തിക പറഞ്ഞു, ഇപ്പോ എന്റെ ഫോണിൽ നിന്ന് 2 മെസ്സേജ് നിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആദ്യം ഫോട്ടോ അയച്ചിരിക്കുന്ന ആളുകളെയാണ് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യേണ്ടത്. രണ്ടാമത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനു വേണ്ടി നിനക്ക് നൽകുന്ന അഡ്വാൻസ് ആണ് 5 ലക്ഷം രൂപ എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അവൻ ഫോട്ടോ എടുത്തു നോക്കി. ഓ, ഇവരെ രണ്ടുപേരെയും അപ്പൊ ഞാൻ തട്ടണം അല്ലേ എന്ന് ചോദിച്ചതും ബിജുവിനോട് പറഞ്ഞു, കൊല്ലണ്ട, മറിച്ച് ഇവരിൽ ആരെങ്കിലും ഒരാളുടെ കാലോ കയ്യോ അല്ലെങ്കിൽ നടുവോ ഒന്ന് തളർത്തണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇവരൊരു കാരണവശാലും ഉടനെയൊന്നും എഴുന്നേറ്റ് പോകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണം. അതിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, എന്റെ മേഡം, രണ്ടുപേരെയും തീർക്കാൻ പറയുവാണെങ്കിൽ അതായിരുന്നു എളുപ്പം. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നോക്കട്ടെ. എന്തായാലും ജീവൻ പോകുന്ന കാര്യം തീർച്ചയാണ്. അല്ലെങ്കിൽ അങ്ങനെ കിടത്താൻ പറ്റുമോന്ന് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, എന്തായാലും 2 പേർക്കും ചെറിയ പരിക്കുകൾ അല്ലെങ്കിൽ കിടപ്പിലാവുന്ന രീതിയിലെ അപകടങ്ങൾ ഉണ്ടാക്കാവൂ. ഒരു കാരണവശാലും അവരുടെ ജീവൻ എടുക്കരുത് എന്ന് അവന്തിക ഓർമ്മപ്പെടുത്തി. ശരി മേഡം, ഞാൻ നോക്കാം. അപ്പോ ഉടനെ തന്നെ ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇത് നടപ്പിലാക്കിയിരിക്കും മേഡം എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അധികം മുന്നോട്ട് നീളരുത്. ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയതിനു ശേഷം ബാക്കി നിന്റെ ക്യാഷ് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞ് ബിജു അവന്തികയെ വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് ഫോണുമായിട്ട് തന്റെ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോ ധനുഷും അവന്തികയും അവിടെ നിന്ന് പുറപ്പെട്ടു. തിരിച്ചു പോകുന്ന വഴിയിൽ ധനുഷ് അവന്തികയോട് ചോദിച്ചു, അല്ല, ഈ മിന്നൽ ബിജു ഒരു ലോക്കൽ ആളിനെ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നോ? പുറത്തുനിന്നൊക്കെ ആളെ ഇറക്കിയാ പോരായിരുന്നോ എന്ന് ധനുഷ് ചോദിച്ചതും അവന്തിക പറഞ്ഞു, ലോക്കൽ ആണെങ്കിലും അവൻ കാര്യം നടപ്പിലാക്കാൻ അതിസമർത്ഥനാണ്. അതല്ലേ നമുക്ക് ആവശ്യം. ഇപ്പോ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാക്കണ്ടേ എന്ന് ചോദിച്ച ഉടനെ അവന്തികയോട് ധനുഷ് പറഞ്ഞു, എന്നാലും അവരെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ് ഇത്രയും എളുപ്പമുള്ള കാര്യം. ഇതിപ്പോ രണ്ടുപേരെയും കൈയൊക്കെ ഓടിച്ച് വെറുതെ എന്തിനാ ഇങ്ങനെ അയാള് പറഞ്ഞ പോലെ നിറയിക്കാൻ ഇടുന്നത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അല്ല, നിന്റെ വിവാഹത്തിന് ഇനി എത്ര ദിവസം ഉണ്ട് ബാക്കി എന്ന് ചോദിച്ചപ്പോ 6 ദിവസം എന്ന് ധനുഷ് പറഞ്ഞതും ഉടനെ അവന്തി ചോദിച്ചു, അപ്പോ 16-നേക്കാളും ദിവസം കുറവല്ലേ 6 എന്ന് ചോദിച്ചത്. അവന്തികയുടെ ചോദ്യം കേട്ട് ധനുഷ് നോക്കി. അതെ, വളരെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും മരണമോ മറ്റോ സംഭവിച്ചാൽ 16 കഴിയാതെ പിന്നെ ഒരു മംഗളകർമ്മങ്ങളും നടപ്പിലാവില്ല. അപ്പോ ഈ 6 ദിവസത്തിനുള്ളിൽ നിന്റെ കാര്യം സാധിച്ചെടുക്കുകയാണോ അതോ 16 ദിവസം കഴിഞ്ഞ് നടപ്പിലാക്കുകയാണോ നീ വേണ്ടത്? പിന്നെ 16 ദിവസം കഴിഞ്ഞാൽ ഇത് നടപ്പിലാകുമോ എന്ന് പോലും കണ്ടറിയേണ്ടിയും വരും എന്ന് അവന്തിക പറഞ്ഞു. അത് കേട്ടതും ധനുഷ് ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ, എങ്കിലും ഈ 5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലായി പോയില്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതൊന്നും സാരമില്ല. കൂടുതലാണെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞ് സ്നേഹയുടെ പേരിൽ നിന്റെ കയ്യിൽ ചേരാൻ പോകുന്ന സ്ത്രീധനത്തിന്റെ ഒരംശം പോലും ആകുന്നില്ലല്ലോ. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവേണ്ടതില്ല എന്ന് ധനുഷിനോട് അവന്തിക പറഞ്ഞു. അത് കേട്ടതും ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവന്തികയുടെ വാക്കുകൾ സന്തോഷപൂർവ്വം കേട്ട് ധനുഷ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു കാർ വന്നതും കാറിൽ നിന്ന് സച്ചിയും അർച്ചനയും പുറത്തേക്ക് ഇറങ്ങി. ആകെ നിരാശരായി അവരകത്തേക്ക് വരുമ്പോ സച്ചി അർച്ചനയോട് പറഞ്ഞു, എങ്കിലും ആ ജോത്സ്യൻ നമുക്കൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്.
പക്ഷെ അയാള് നമ്മളെ സഹായിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ അർച്ചന എന്ന് നിരാശയോടെ സച്ചി പറയുമ്പോൾ അത് കേട്ട അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, അവരെയൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ലേ. അപ്പോ ഞാനും ഇക്കാര്യത്തിൽ സംസാരിക്കാൻ പോയപ്പോ തന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് അർച്ചന പറഞ്ഞു. സാരമില്ല, തിരുമേനിമാരല്ലേ, അങ്ങനെ അവർ പറയൂ എന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും അകത്തേക്ക് കയറി വരുമ്പോഴാണ് അവിടെ ഹാളിലിരുന്ന് സേതുമാധവനോടും സ്നേഹയോടും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ജോത്സനെ അവർ കണ്ടത്. ഉടനെ സച്ചിയെയും അർച്ചനയും കണ്ടതോടെ ജോത്സനോട് സേതുമാധവൻ പറഞ്ഞു, ഇതെന്റെ രണ്ടാമത്തെ മകനാണ് സച്ചി, കൂടെയുള്ളത് അവന്റെ ഭാര്യ അർച്ചന. മുമ്പ് തിരുമേനിയെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം, നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വിശദമായിട്ട് അവരെ അറിയാം എന്ന് തിരുമേനി മറുപടി നൽകി. പിന്നെ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാണ് സർ. ഞാൻ അന്ന് മൂത്ത മകന്റെ ഈ കുറിച്ചു കൊടുത്തു വിട്ടില്ലേ, മകളുടെ വിവാഹ മുഹൂർത്തം, അതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ആ മുഹൂർത്തത്തിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സേതുമാധവനും സ്നേഹയും ഞെട്ടി. അപ്പോഴേക്കും അർച്ചനയും സച്ചിയും ഇനി അദ്ദേഹം നമ്മൾ പറഞ്ഞതുപോലെ എങ്ങാനും നടപ്പിലാക്കുവാണോ എന്ന അതിശയത്തോടെ രണ്ടുപേരും മുഖാമുഖം നോക്കുമ്പോ ഉടനെ ജോത്സ്യം പറഞ്ഞു, അന്ന് ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തം 10-നും 11-നും ഇടയ്ക്കല്ലേ, പക്ഷെ ഒരു 11:45-നും 12-നും ഇടയ്ക്ക് മാത്രമേ താലികെട്ട് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സേതുമാധവൻ പറഞ്ഞു, ഓഹോ അതാണല്ലേ എന്ന് പറയുമ്പോ സച്ചിയും അർച്ചനയും ആകെ ഞെട്ടലോടെ അയാളുടെ ആ വാക്കുകൾ കേട്ട് ആ ഞെട്ടലിൽ പെട്ടെന്ന് തങ്ങൾക്കൊപ്പം നിൽക്കുകയാണെന്നുള്ള പ്രതീക്ഷ വന്നിട്ട് അദ്ദേഹം ആ മുഹൂർത്തത്തിന്റെ സമയമാണ് മാറിയെന്ന് പറഞ്ഞപ്പോ അർച്ചനയും സച്ചിയും പരസ്പരം നോക്കി ചിരിച്ചു. പിന്നെ സേതുമാധവൻ ചോദിച്ചു, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ തിരുമേനിയും, ഇനി ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ജോത്സ്യം പറഞ്ഞു, അതെ, ഞാനൊന്ന് കുറിച്ച് തന്ന ആ മുഹൂർത്തം നോക്കിയപ്പോ ചിലപ്പോ ഇങ്ങനെ മുഹൂർത്തം കുറിക്കുന്നതിൽ ചില പാകപ്പിഴകൾ സംഭവിക്കും. അതുകൊണ്ട് പിന്നീട് ഞാനൊന്ന് വിശദമായി നോക്കി ഇവിടുത്തെ വീടിന്റെ ദോഷവും പിന്നെ ഈ കുട്ടികൾ രണ്ടുപേരുടെയും ഗ്രഹനിലയൊക്കെ വെച്ച് വിശദമായി നോക്കിയപ്പോ ആ മുഹൂർത്തമാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ഇവിടെ വന്ന് സാറിനോട് ഇക്കാര്യം നേരിട്ട് പറയാമെന്ന് കരുതിയത്. പിന്നെ മക്കളുടെ രണ്ടുപേരെയും തിരുമേനി വന്ന് അന്ന് അനുഗ്രഹിക്കണം. വിവാഹ ദിവസം തീർച്ചയായിട്ടും അങ്ങ് വരുമല്ലോ അല്ലെ എന്ന് ചോദിച്ചതും പിന്നെ തീർച്ചയായിട്ടും ഞാൻ വരാം, എന്റെ അനുഗ്രഹങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും, മോൾക്ക് ദീർഘമാംഗല്യവും യോഗവും ഉണ്ട്, എന്നും സുമംഗലിയായി തന്നെ ഇരിക്കുകയും ചെയ്യുമെന്നൊക്കെ സേതുമാധവനോട് ജോത്സ്യം പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ സേതുമാധവനും സ്നേഹയും നോക്കി. അപ്പോഴേക്കും എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ജോത്സ്യൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ സച്ചിയെയും അർച്ചനയും കടന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോ അർച്ചന ദേഷ്യത്തോടെ ആ ജോത്സ്യന്റെ പിന്നാലെ വാതുക്കലേക്ക് എത്തി. തിരുമേനി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് അർച്ചന അരികിലേക്ക് വന്നത് ജോത്സ്യൻ നോക്കിയപ്പോ അർച്ചന പറഞ്ഞു, ഞങ്ങൾ അവിടെ വന്നപ്പോ തിരുമേനി അതിനോട് എതിർപ്പ് പറഞ്ഞപ്പോ ഞങ്ങൾക്കാകെ നിരാശ തോന്നിയില്ല, മറിച്ച് എനിക്ക് ബഹുമാനമേ തോന്നിയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് തറപ്പിച്ച് പറഞ്ഞപ്പോഴും സത്യത്തിൽ നിലകൊള്ളുന്ന അങ്ങയുടെ ആ പ്രവൃത്തി ഓർത്ത് എനിക്ക് ബഹുമാനവും തോന്നി. പക്ഷെ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങള് ധനുഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അല്ലെ, എത്ര രൂപ തന്നു അവൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ തിരുമേനി പറഞ്ഞു, ശരിയാണ്, അയാള് എനിക്ക് 1,00,000 രൂപ തന്നു, അത് നിങ്ങൾ ചിന്തിച്ച ശരി തന്നെയാണ്. പക്ഷെ ഞാനിപ്പോഴും കള്ളമൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ ആ കാര്യം തന്നെ നടപ്പിലാവുള്ളൂ. ആ കുട്ടികളുടെ വിവാഹം നടക്കുന്നതിൽ എന്താ പ്രശ്നം? സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നു ചേരട്ടെ, അതല്ലേ വേണ്ടത് എന്ന് അർച്ചനയോട് ജോത്സ്യം പറയുമ്പോ ഇത് കേട്ട അർച്ചന പറഞ്ഞു, അതെ, 1,00,000 രൂപയുടെ ഉപകാര സ്മരണ ഇങ്ങോട്ട് വേണ്ട, അവരോട് കാണിയാൽ മതി. ഈ ഉപദേശങ്ങളൊക്കെ അവർക്ക് നൽകിയാൽ മതി, അല്ലാതെ ഇങ്ങോട്ടൊന്നും എടുക്കണ്ട. തിരുമേനി വേഗം ചെല്ലാൻ നോക്ക് എന്ന് അർച്ചന പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് തിരുമേനി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പുറത്തുപോയ അവന്തിക തിരികെ മടങ്ങിയെത്തിയത്. കാറ് വന്ന് നിർത്തിയതും അവന്തിക കാറിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ജോത്സ്യൻ ഒന്നും മിണ്ടാതെ അവന്തിക ഒന്ന് നോക്കി ചിരിച്ചിട്ട് അതുവഴി പോകുന്നത് അർച്ചന ശ്രദ്ധിച്ചു. ഉടനെ അവന്തിക അകത്തേക്ക് കയറി വന്ന് അർച്ചനോട് ചോദിച്ചു, അല്ല, എന്താ ഇയാള് വീണ്ടും വന്നത്? മുഹൂർത്തവും പരിപാടിയൊന്നും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, അയാൾക്ക് കിട്ടിയ പണത്തിന്റെ ആ പണത്തിന്റെ ബെറവൊന്ന് കാണിക്കാനായിട്ട് അയാൾ ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അർച്ചനയോട് അവന്തിക പറഞ്ഞു, ഓ ഞാൻ അറിഞ്ഞു, ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ അത് അയാളുടെ വീട്ടിൽ ചെന്നിരുന്നുവെന്നും അവസാനം നാണം കെട്ട് പോരേണ്ടി വന്നുവെന്നും. അത് കേട്ടതും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്, നിനക്ക് നാണമില്ലേ എന്ന് യാതൊരു എളുപ്പമില്ലായിരുന്നു എന്നൊക്കെ അവന്തിക ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, അവസാന ഒരു ശ്രമം എന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാലും ഉളുപ്പില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആവുന്നത്ര കണഞ്ഞ് പരിശ്രമിച്ചു, പക്ഷേ ഈ വിവാഹം ഒരു കാരണവശാലും നടക്കില്ല, അത് തീർച്ച. നിങ്ങളിത് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നോ?
പക്ഷേ ഇത് മുടക്കാൻ ഞാനും നോക്കിക്കോളാം എന്ന് അർച്ചന അവന്തികയെ വെല്ലുവിളിക്കുന്നു. അർച്ചനയുടെ വെല്ലുവിളി കേട്ട് അവന്തിക ആകെ ഭയന്നങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആതിരയ്ക്ക് പെട്ടെന്ന് വല്ലാത്ത പെയിൻ തോന്നുകയും ആതിര വേദന കൊണ്ട് പൊളയുന്നു. ഹോസ്പിറ്റലിൽ ഫാർമസിയുടെ മുന്നിൽ മെഡിസിനായിട്ട് നിന്ന സന്ദീപിന്റെ ഫോണിലേക്ക് മീരെടുത്ത് വിളിച്ചു. സന്ദീപെ വേഗം വാ, ആതിരയ്ക്ക് വല്ലാത്ത പെയിൻ ഉണ്ട്, വല്ലാതെ നിലവിളിക്കുകയാണ് എന്ന് പറഞ്ഞതും ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു. ഉടനെ ദയാനന്ദ മാഷ് ഡോക്ടറെ വിളിക്കാനേ അവിടെ നിന്നോടി. സന്ദീപ് വേഗം റൂമിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആതിരയുടെ കാലിൽ നിന്ന് വീണ്ടും പഴയതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതായിരുന്നു കണ്ടത്. കാലിൽ നിന്നെല്ലാം രക്തം വാർന്നു പോകുന്നത് കണ്ടതോടെ സന്ദീപ് അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ദയാനന്ദ മാഷ് വിളിച്ചിട്ട് ഡോക്ടർ അവിടേക്ക് ഓടിയെത്തുന്നു. അദ്ദേഹം വന്ന് നോക്കിയതും അയ്യോ ബ്ലീഡിങ് വീണ്ടും തുടങ്ങിയാലോ, പെട്ടെന്ന് പേഷ്യന്റിനെ ICUലേക്ക് മാറ്റണം, സിസ്റ്റർ പെട്ടെന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ആതിരയെ വേഗം ICUലേക്ക് മാറ്റാനായുള്ള തയ്യാറെടുപ്പ് നടത്തി. ആതിര വല്ലാതെ വേദന കൊണ്ട് പുളയുമ്പോൾ ആതിരയെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്ത് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച സുമ എന്ന് പറയുന്ന സിസ്റ്റർ ഉടനെ തന്നെ അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചു. മേഡം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം ഫോൺ വെച്ചു. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് കോൾ വന്നത്. അർച്ചന വേഗം വന്ന് ഫോൺ എടുത്ത് സന്ദീപെ പറയടാ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അർച്ചന വല്ലാതെ ഞെട്ടുന്നു. ഇതേ സമയം ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന ആധിയിൽ അങ്ങനെ ഇരിക്കുന്ന ധനുഷിന്റെ ഫോണിലേക്ക് അവന്തികയുടെ കോൾ എത്തി. നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചതും ഞാനിവിടെയുണ്ട് റൂമില്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു എന്നാലേ നീ വേഗം ഒന്ന് റെഡി ആയിക്കേ, നമുക്ക് ഉടനെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഞാൻ ഇന്നലെ നിന്നോട് കുറെ പ്ലാനുകൾ പറഞ്ഞില്ലേ, അതിലൊന്ന് വർക്കൗട്ട് ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് അവളെ ഒന്ന് അനുശോചനം അറിയിക്കണം. അതുകൊണ്ട് നീ വേഗം റെഡിയാകുക എന്ന് അവന്തിക ധനുഷിനോട് പറഞ്ഞു. താങ്ക്സ് അവധിക എന്ന് പറഞ്ഞത് താങ്ക്സ് ഒക്കെ നമ്മുടെ ഈ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് മതി, വാ വേഗം നമുക്ക് പോകാം. അവളെ നേരിൽ കണ്ട് ഒന്ന് അവളെ അനുശോചനം അറിയിക്കണ്ടേ, കൊന്ന പാവം നേരിൽ കണ്ട് 2 അനുശോചന വാക്കുകൾ പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു ശരി ഒരു 2 മിനിറ്റ് ഞാൻ ദാ റെഡി എന്ന് പറഞ്ഞ് ധനുഷ് വളരെ സന്തോഷത്തോടെ റെഡിയാകാൻ പോകുന്നു. പിന്നീട് കാണുന്നത് അർച്ചന പെട്ടെന്ന് ആശങ്കയോടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും തന്റെ ഫോൺ എടുത്ത് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സച്ചിയേട്ടൻ എത്താറായില്ലേ എന്ന് ചോദിച്ചതും താൻ ഉടനെ എത്തുമെന്നുള്ള മറുപടി കേട്ട് ഫോൺ കട്ട് ചെയ്ത് അർച്ചന ആതിരയെ കുറിച്ച് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ അനൂപ് അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. കോൾ എടുത്ത ഉടനെ അനൂപേട്ട പറയൂ എന്ന് അർച്ചന പറഞ്ഞതും അനൂപ് ചോദിച്ചു മോളെ നീ എവിടെയാ, അച്ചു നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിച്ചതും സച്ചിയേട്ടൻ താ എത്താറായി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല, ആതിരയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അർച്ചന ആകെ ടെൻഷനിലായി. ഡോക്ടർ നോക്കി കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ബ്ലീഡിംഗ് ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ ആവണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് അനു പറയിച്ചു. അത് കേട്ടതും അർച്ചന ചോദിച്ചു അനുപേട്ട എന്നെ ടെൻഷൻ ആവാതിരിക്കാനായിട്ട് അനുപേട്ടൻ വെറുതെ എന്നെ സമാധാനിപ്പിക്കുന്നതല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അനു പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല മോളെ, വെറുതെ ഇപ്പം ധൃതി പിടിച്ച് ഇവിടേക്ക് വന്നാലും ആതിരെ ഇപ്പൊ കാണാനൊന്നും പറ്റില്ല, ആതിരെ ICUയിൽ കയറ്റിയിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ആദ്യം പിടിച്ച് സച്ചിയും കൂടി ടെൻഷൻ അടിപ്പിച്ച് വരണ്ടല്ലോ, അതുകൊണ്ട് സച്ചിയോടും കൂടെ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞതും ശരി അനുപേട്ട എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. ഫോൺ കട്ടായപ്പോഴേക്കും സച്ചിത റൂമിലേക്ക് എത്തി. സച്ചി വാ അർച്ചനെ നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ് സച്ചി പോകാമെന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു ഇപ്പോ അനുപേട്ടൻ വിളിച്ചിരുന്നു, ആതിരയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അനുപേട്ടൻ പറഞ്ഞത്, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നും പഴയതുപോലെ ബ്ലീഡിങ് മാത്രം ഉള്ളെന്നുമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എടോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, താനിപ്പോ അവിടെ ചെന്ന് അച്ഛനും അമ്മയും കൂടുതൽ ടെൻഷൻ ആക്കണ്ട, വിഷമിപ്പിക്കണ്ട, എന്താ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് സച്ചി അർച്ചനോട് പറയുമ്പോ ആകെ ടെൻഷനോടെ എന്തൊക്കെയാ സംഭവിക്കണമെന്നും ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും കരുക്കൾ നീക്കിയതാണോ എന്നൊന്നും അറിയാതെ ആകെ മനസ്സ് തകർന്ന് അർച്ചന ഇരിക്കുന്നു.